ഓം പാർത്ഥായ പ്രതിബോധിതാ ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാ പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതീമഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധിഃ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ശ്രീഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോഷ്യതേ. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ധ്യായാമോ ധവളാവകുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാവാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം മൃദാനന്ദാത്മികാം ഈശ്വരീം. സർവേശ്വരിയായ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ഈ ഉള്ളവൻ്റെ അനന്തകോടി പ്രണാമങ്ങൾ. എല്ലാ അമ്മയുടെ നോമനവും കേൾക്കുന്നു. നമസ്കാരം. നമ്മൾ ഇതുവരെ 54 ശ്ലോകങ്ങളാണ് സാങ്കേയോഗത്തിലെ ഗീതാനുസന്ധാനത്തിൽ നമ്മൾ കണ്ടത്. ഇനി 55ഉം 56ഉം ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 54ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയെപ്പറ്റി അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന സ്ഥിതപ്രജ്ഞൻ എന്നുള്ള അവസ്ഥ, അല്ലെ, സ്ഥിതപ്രജ്ഞൻ്റെ ആ ഒരു നിലയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും, സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും, അതിന് സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ, അല്ലെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് അർജുനൻ വിശദമായിട്ട് അവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് നടക്കുന്നത്, അദ്ദേഹം സംസാരിക്കുമോ, അദ്ദേഹം ഇരിക്കുന്നത് എങ്ങനെയാണ്, നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അർജുനൻ വിശദീകരിച്ച് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ, ആ അവസ്ഥയിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? പിന്നെ ആ അവസ്ഥ എന്താണെന്ന് ശരിയായിട്ട് നമ്മൾ ധരിച്ചിരിക്കുകയും വേണമല്ലോ. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് ആ അവസ്ഥയെ പ്രാപിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അത് ആ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ചില കാര്യങ്ങളെ പറ്റിയൊക്കെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ നമുക്കതിനോടുള്ള ആഗ്രഹം ഉണ്ടാവും. അവിടെ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൈലാസത്തെ പറ്റിയൊക്കെ അവിടെ പോയിട്ട് വന്നവർ അവിടുത്തെ കൈലാസം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ എങ്ങനെയുണ്ട്, അത് കാണാൻ എങ്ങനെയുണ്ട്, കാണുമ്പോഴുള്ള അനുഭൂതി എങ്ങനെയാണെന്നൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ വിശദീകരിച്ച് തരുമ്പോൾ അവിടെ പോകാത്തവരെ സംബന്ധിച്ച് അതൊരു പ്രചോദനമാണ്. അവിടെ പോകാനും അത് കാണാനും അത് അനുഭവിക്കുവാനും ഒക്കെയുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉദിക്കുന്നു. അതിന് പ്രചോദകമായിട്ട് തീരുകയാണ്. അപ്പം അതുപോലെ ഇവിടെ സ്ഥിതപ്രജ്ഞൻ്റെ ഭാവം എന്തൊക്കെയാണ്?
എന്ന് ഭഗവാൻ വിശദീകരിക്കുകയാണ്. കാരണം അത് സ്ഥിതപ്രജ്ഞൻ്റെ ഭാവം എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകുകയില്ല, നമുക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടാകുകയില്ല. അപ്പം താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച ആ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ എന്താണ്, ആ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിത്തം എങ്ങനെയായിരിക്കും എന്നൊക്കെ വിശദീകരിച്ച് കേൾക്കാനുള്ള ആഗ്രഹമാണ് അർജുനൻ ഭഗവാനോട് പ്രകടിപ്പിച്ചത്. നമുക്ക് 55ഉം 56ഉം ശ്ലോകങ്ങളിൽ നോക്കാം എന്തൊക്കെയാണെന്ന്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മന തുഷ്ട സ്ഥിതപ്രജ്ഞസ്തുതോച്യതേ ദുഃഖേഷന്ന വിഘ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. അങ്ങനെ 2 ശ്ലോകങ്ങളാണ്. അല്ലയോ അർജുന, യഥാ മനോഗതാൻ സർവാൻ കാമാൻ പ്രജഹാതി, എപ്പോൾ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുന്നുവോ, തഥാ ആത്മന ആത്മനിയേവ തുഷ്ട, ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നയാളാണ് സ്ഥിതപ്രജ്ഞ ഉച്യതേ. അയാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഇവിടെ അർജുനോട് പറയുകയാണ്, എപ്പോൾ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുന്നു. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയാണ് പറയുന്നത്. മനസ്സിൽ അയാൾക്ക് ആഗ്രഹങ്ങളെ ഇല്ല എന്നുള്ളതാണ്. ബാഹ്യമായ ഒന്നിനും അയാൾ ഭ്രമിക്കുന്നില്ല. ബാഹ്യമായ ഒരു വസ്തുവിനും അദ്ദേഹത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നില്ല. അതിലേക്ക് ആകർഷണം പോകുന്നില്ല അദ്ദേഹത്തിന്. കാരണം അതിൻ്റെ നിസ്സാരത പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണ് അതിൽ ആഗ്രഹം ഉണ്ടാകുന്നത്? അതിൻ്റെ അസ്ഥിരഭാവം എന്താണെന്ന് ഗ്രഹിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അതിനോട് താല്പര്യം ഉണ്ടാകുന്നത്? ബാഹ്യവസ്തുക്കളെല്ലാം തന്നെ ദുഃഖകരമാണ്, അസ്ഥിരമാണ്, അസത്യമാണ്, അത് നാളെ ഇല്ലാത്തതാണ്, അത് വികാരങ്ങളോട് കൂടിയതാണ്, അതിന് ബുദ്ധിക്ഷയങ്ങളോട് കൂടിയതാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലല്ല നമുക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും കിട്ടുന്നത് എന്ന പൂർണ്ണമായിട്ടും ബോധ്യം എന്നൊരാൾക്ക് മാത്രമേ എല്ലാ ആഗ്രഹങ്ങളെയും പുറന്തള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് എളുപ്പമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എത്ര ആഗ്രഹങ്ങളാണ് അയാളുടെ മനസ്സിൽ. വീടുണ്ടാകണം, വീട് വെച്ചാൽ സന്തോഷം ഉണ്ടാവും എന്നാണ് അയാൾ ധരിക്കുന്നത്. വലിയൊരു വീട്, സുഖസൗകര്യങ്ങളുള്ള, മറ്റാർക്കും ഇല്ലാത്ത അതേപോലെ ഒരു വീട് തനിക്ക് കിട്ടിയാൽ എല്ലാ സുഖവും അനുഭവിക്കാം എന്നാൽ വ്യാമോഹിക്കുകയാണ്. സുന്ദരിയായ ഒരു ഭാര്യ, ഒരുപാട് ധനം, ഒരുപാട് സ്ഥലങ്ങൾ, ഭൂമി, സ്വത്തുക്കൾ, അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങൾ, ഇതെല്ലാം കൈവന്നു കഴിഞ്ഞാൽ മനുഷ്യന് സന്തോഷം ഉണ്ടാകുമെന്ന് അവൻ മനക്കോട്ട കെട്ടുകയാണ്. അതെല്ലാം അവൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നേടിയവർക്കും സന്തോഷം കാണുന്നില്ലല്ലോ. ഇതെല്ലാം ഈ ബാഹ്യമായ എല്ലാ വസ്തുക്കളും നേടേണ്ടതെല്ലാം നേടിയിട്ടും എന്തുകൊണ്ടാണ് ഒരുവന് സന്തോഷം ഉണ്ടാകാത്തത്? കോടീശ്വരന്മാരുടെ വലിയ ലിസ്റ്റിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അയാളോട് സംസാരിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അയാൾക്ക് ഇനിയും ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ചക്രവാളം പോലെയാണ്. ചക്രവാളത്തെ ഇപ്പം തൊടാമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ നടന്നെടുക്കും തോറും അത്രയും ദൂരം എപ്പോഴും മുന്നിലുണ്ടാവും. അതുകൊണ്ട് ഒന്നും നമ്മൾ ബാഹ്യമായ എത്ര ധനം നമ്മൾ ആർജിച്ചാലും അതുകൊണ്ട് ലോകത്തിൽ നിന്ന് നേടേണ്ടതെല്ലാം നേടാം എന്നാരെങ്കിലും കരുതിയാൽ അത് വിഡ്ഢിത്തം മാത്രമാണ്. അയാൾക്ക് അതിൽ നിന്ന് ശാശ്വതമായ ഒരു ശാന്തിയും സമാധാനവും ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല. എന്ത് നേട്ടങ്ങൾ നേടിയാലും, മനുഷ്യൻ കുതിക്കുന്നതായ എന്തെല്ലാം നേട്ടങ്ങൾ ഒരുവൻ നേടിയാലും, അങ്ങനെ ഒരാളെ നമുക്ക് ബാഹ്യമായ വസ്തുക്കൾ സമ്പാദിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് സംതൃപ്തി അടഞ്ഞ ഒരു മനുഷ്യനെ ഇന്ന് ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നില്ല.
അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായതൊന്നുകൊണ്ടും ഒരു മനുഷ്യനും സംതൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ ഒരു കുമാരൻ എല്ലാം നേടേണ്ടതെല്ലാം, സകലം ഒരു രാജകുമാരനായിരുന്നു, രാജാവായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു. അന്ന് നേടാവുന്നതിൻ്റെ എല്ലാ ബാഹ്യമായ സുഖസൗകര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ആത്മസംതൃപ്തിക്ക് ഒരു കുറവുണ്ടായിരുന്നു. എന്തോ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കൊട്ടാരവും വെണ്ണക്കൽ കൊട്ടാരങ്ങൾ വരെ ഉപേക്ഷിച്ച് പോകാൻ ഉള്ള മനസ്സ് വന്നത്. അപ്പം ഇത്രയും ഒരു ദിവസം രാത്രിയിൽ ബുദ്ധൻ കൊട്ടാരവും വീടും സുന്ദരിയായ ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ തേരാളി റെഡിയായിട്ട് നിൽപ്പുണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം നിൽക്കുകയാണ്. വീട് വിട്ടു പോയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങ് ഇത്രയും നല്ല സുന്ദരമായ കൊട്ടാരവും ഇത്രയും സമ്പത്തും ഇത് അധികാരവും ഇതെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് പോവുകയാണല്ലോ, അങ്ങ് എന്ത് നേടാനാണ് പോകുന്നത്? അപ്പോൾ ബുദ്ധൻ പറയുന്നുണ്ട്, നീ അതെല്ലാം സുന്ദരമായിട്ട് കാണുന്നു, ഞാൻ അവിടെ അഗ്നിയാണ് കാണുന്നത്, തീയാണ്. ഒരു വീട് തീ കത്തി പിടിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാനല്ലേ നോക്കുക? എത്രയും പെട്ടെന്ന് പുറത്ത് ചാടാൻ, ജീവനും കൊണ്ട് ജീവനെ രക്ഷിക്കാനാണ് നോക്കുക. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എത്രയെല്ലാം നമ്മൾ നേടിയാലും, ബാഹ്യങ്ങളായ നേട്ടങ്ങൾ നേടിയാലും പൂർണ്ണമായ ഒരു സംതൃപ്തിയും ഒരു കോടീശ്വരനോ പ്രഭുക്കന്മാരോ രാജാക്കന്മാരോ ആരും തന്നെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അവൻ നേടേണ്ടത് എന്താണ്? ആത്മാവിനെയാണ്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരെല്ലാം നഷ്ടപ്പെടുത്തി എന്നാണ്. സകല ലോകങ്ങളും നേടി, പക്ഷെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടപ്പെടും. ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ എൻ്റെ ഈ സത്യം അന്വേഷിച്ച് ഞാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ മനസ്സ് പോയിട്ടുണ്ട്, വളരെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, എന്നാൽ എന്നിലേക്ക് ഒരു ഇഞ്ച് ദൂരം എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം ഖേദിക്കുന്നുണ്ട്. തന്നിലേക്ക്, ഒരുവനിലേക്ക്, അവൻ്റെ ആത്മാവിലേക്ക്. അപ്പോൾ ആത്മാവിലേക്ക് കേന്ദ്രീകരിച്ചവർ മാത്രമാണ് ധീരന്മാർ. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കൾ പോലും പറയുന്നത്, ഏതോ ഒരു ധീരൻ അവൻ്റെ ഈ ബഹിർമുഖമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ആ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ധീരൻ അകത്തേക്ക് തിരിച്ചു എന്നാണ്. ബാഹ്യമായ വസ്തുക്കളിൽ നിസാരത മനസ്സിലാക്കിയ അധീരനായ മനുഷ്യൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ആത്മവസ്തുവിനെ കണ്ടെത്തി, ആത്മാവിനെ കണ്ടെത്തി, അവൻ സ്വയം ആനന്ദം അനുഭവിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകസുഖങ്ങളെല്ലാം തന്നെ തുച്ഛമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ സുഖങ്ങളും, അങ്ങനെയുള്ള മഹാത്മാക്കളെയാണ് നമ്മളെന്നും ആദരിച്ചിട്ടുള്ളത്, ആരാധിക്കുന്നത്. അപ്പം അമ്മയെപ്പോലുള്ള മഹാത്മാക്കളെ, ശ്രീരാമകൃഷ്ണദേവൻ, അമ്മ, സ്വാമി വിവേകാനന്ദൻ, അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീരാമചന്ദ്ര ഭഗവാൻ, ശ്രീബുദ്ധൻ, അങ്ങനെ എത്ര മഹാത്മാക്കൾ ഇവിടെ ജന്മം കൊണ്ടിട്ടുണ്ട്. അവരൊക്കെ ആത്മാവിനെ അറിഞ്ഞവരാണ്, ആത്മാനുഭൂതിയിൽ നിൽക്കുന്നവരാണ്, ആത്മാനന്ദം അനുഭവിച്ച് ലോകത്ത് ജീവിച്ചവരാണ്. അപ്പം അവരൊന്നും ബാഹ്യവസ്തുക്കളിൽ അല്ല ആനന്ദിച്ചത്, ബാഹ്യവസ്തുക്കളുടെ ആനന്ദം അനുഭവിച്ചതുകൊണ്ടല്ല നമ്മൾ അവരെ ആരാധിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരാധിക്കപ്പെടേണ്ടത് കോടീശ്വരന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോടീശ്വരന്മാരെല്ലാം വിസ്മരിക്കപ്പെട്ടു എന്നുള്ളതാണ്. കോടീശ്വരന്മാരെല്ലാം വിസ്മരിക്കപ്പെട്ടപ്പോഴും ആത്മാവിനെ അറിഞ്ഞവരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്ര കാലം കഴിയുമ്പോഴും അവർ വീണ്ടും വീണ്ടും നമുക്ക് ഈ സത്യം എന്താണെന്ന് അവർ ജീവിച്ച് കാണിച്ച മഹാത്മാക്കളാണ്, അത് അറിഞ്ഞ് അനുഭവിച്ച് ജീവിച്ചവരാണ്, നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഈ ലോകത്ത് ഈ ദുഃഖങ്ങളൊന്നും ബാധിക്കാതെ സകല ഈ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ശാന്തമായ മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചവരാണവർ. അപ്പോൾ ബാഹ്യമായ പ്രശ്നങ്ങളിലൊന്നും തളർന്നു പോകാതെ, തകർന്നു വീഴാതെ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും, വെള്ളത്തിൽ എങ്ങനെ താമര കിടക്കുന്നു അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഈ മഹാത്മാക്കളെ മറക്കുവാൻ ലോകത്തിന് സാധിക്കില്ല. അവരാണ് സ്ഥിതപ്രജ്ഞന്മാർ, ആത്മാവുകൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന മഹാത്മാക്കൾ.
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരു ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ആ ബ്രഹ്മചര്യ നിഷ്ഠയിലൂടെ ഈ ആത്മാനന്ദത്തെ പ്രാപിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഭാരതത്തിലെ ഈ 4 വർണ്ണങ്ങൾ കൽപ്പിക്കപ്പെട്ടതും എല്ലാം നോക്കിയാൽ ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ മോക്ഷം എന്നുള്ള അവസ്ഥ ആത്മാവിനെ അറിഞ്ഞവന് മാത്രമുള്ളതാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിനെ അറിഞ്ഞവൻ മാത്രമാണ് അവൻ മോക്ഷത്തെ പ്രാപിച്ചവൻ. ഈ മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം നേടുന്ന ഒരു അവസ്ഥയുമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ കൊണ്ട് ആത്മാവിൽ ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജീവിതക്രമം തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത്. വേദത്തിൽ പറയുന്ന വൈദിക ധർമ്മങ്ങളെല്ലാം തന്നെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ആ പരമമായ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് നമ്മളെ ധരിപ്പിക്കുകയാണ്. അതിലെങ്ങനെ എത്തിച്ചേരാമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ഉണ്ടായത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താ മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമം, ഈ അർത്ഥകാമങ്ങൾ മാത്രം ആണ് ലോകത്തിലെങ്കിൽ ധനസമ്പാദനവും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും മാത്രമാണെങ്കിൽ ധർമ്മത്തെപ്പറ്റി ചിന്തിക്കേണ്ട, മോക്ഷത്തെപ്പറ്റി ചിന്തിക്കേണ്ട. അങ്ങനെയുള്ള ഒരു മനുഷ്യനും ലോകത്ത് സംതൃപ്തി അനുഭവിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ മൃഗതുല്യനാണ്. ഒരു മൃഗവും ആത്മാനുഭൂതിയിലോ അല്ലെങ്കിൽ പൂർണ്ണമായ ആത്മാവിനെ കൊണ്ട് അറിയേണ്ടതായ സത്യം ഗ്രഹിച്ച നിലയിൽ അല്ലെങ്കിൽ സംതൃപ്തി അനുഭവിച്ച നിലയിൽ അവരാരും കാണുന്നില്ല. അവരൊക്കെ ആഹാരവും നിദ്രയും ഭയവും മൈഥുനവും ഒക്കെ ആയിട്ട് അവർ ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. ഭയം അവിടെ വിട്ടുപോകുന്നില്ല. അഭയത്തെ അവർ പ്രാപിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന അഭയമായ അവസ്ഥയാണ്, ഭയമില്ലാത്ത അവസ്ഥയാണ്. ഈ ലോകത്ത് ജീവിക്കും ഭയത്തിലാണ് സകല ജീവജാലങ്ങൾ ജീവിക്കുന്നത്. പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം അവർക്കെല്ലാം ഒരു ഭയം ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അഭയം എന്നുള്ളതാണ് നമ്മളെ ആത്മാവിനെ അറിയുന്നവൻ്റെ അവസ്ഥ. അവന് അഭയം എന്ന അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഭയമേ ഇല്ല. അവനെന്ത് ഭയക്കാരാണ്? അവൻ മരണത്തെപ്പറ്റി അവന് ചിന്തയില്ല. കാരണം അവൻ ആത്മാവിനെ അറിഞ്ഞു. ആത്മാവാണ് താനും അറിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഭയം ഉണ്ടാകുന്നത്? അവിടെ ഭയവുമില്ല. അപ്പം അഭയത്തെ അവൻ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനാണ് സ്ഥിതപ്രജ്ഞൻ. അവന് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ ലോകത്തൊരു നഷ്ടവും അവന് വരുന്നില്ല. സാധാരണ ലോകത്തിൽ പല നേട്ടങ്ങൾ നേടിയവർക്ക് നഷ്ടപ്പെടാൻ പലതുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഭയമുണ്ട്. നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവന് ഭയവുമുണ്ട്. കോടാനുകോടി സമ്പാദിച്ചാലും അടുത്ത നിമിഷം അതൊക്കെ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഭയമുണ്ട്. ആരോഗ്യം സമ്പാദിച്ചാലും അതെല്ലാം ആരോഗ്യ ഒരു ദിവസം ഇല്ലാതെയാകാം. അതുകൊണ്ട് അതിൽ ഭയമുണ്ട്. അല്ലെങ്കിൽ സൗന്ദര്യം ഉള്ളത് കൊണ്ട് ചിലപ്പം അവന് അതിൽ സന്തോഷം തോന്നിയെന്ന് വരാം. പക്ഷെ ആ സൗന്ദര്യം അടുത്ത നിമിഷം നഷ്ടപ്പെടാം. അവിടെയും ഭയമുണ്ട്. ഭയമാണ് ലോകത്തെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷി മൃഗാദികൾ പോലും വന്നിരിക്കുമ്പോൾ പോലും അവർക്ക് അടുത്ത നിമിഷം ഭയമാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അവർ റെഡിയായിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെയൊക്കെ നോട്ടം കാണുമ്പോൾ മനസ്സിലാവും അതിന് ഭയമുണ്ട്. അത് റെഡിയായിട്ട് നിൽക്കുകയാണ്, പറക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷികൾ, നല്ല മൃഗങ്ങൾ എല്ലാം അതിനും ഭയമുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. മനുഷ്യന് ഭയമുള്ളതായിട്ടാണ്. മനുഷ്യന് എന്തെല്ലാം ഭയങ്ങളാണ് മനുഷ്യന് ലോകം. ഈ ഭയങ്ങളുടെയൊക്കെ നടുവിൽ അഭയത്തിൻ്റെ സ്ഥാനം എന്താണ്? എങ്ങനെയാണ് ഒരാൾക്ക് അഭയത്തോടു കൂടി? അപ്പം ശാന്തനായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അഭയം നേടിയ, അഭയത്തെ പ്രാപിച്ചൊരു മനുഷ്യനാണ്. അപ്പം ഈ കാമങ്ങളെ എല്ലാം പുറന്തള്ളിയവനാണവൻ. സകല കാമങ്ങളും അസ്ഥിരമാണെന്ന് മനസ്സിലാക്കി, അതൊന്നും പൂർണ്ണമായ ശാന്തി തരില്ല എന്ന് മനസ്സിലാക്കി ആ കാമനകളെയൊക്കെ അവൻ പുറത്തള്ളി വിട്ടവനാണ്. അങ്ങനെയുള്ളവന് മാത്രമേ ആത്മസ്വരൂപം തെളിയുകയുള്ളൂ. അത് സ്വയം പ്രകാശകമാണ് ആത്മസ്വരൂപം. അതിരറ്റമായ ആനന്ദം അവിടെ അവൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആ അനുഭവമാണ് സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ ഇവിടെ. അപ്പോൾ അവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടായില്ല. അവർക്ക് വിശപ്പും ഉണ്ടാകും, ദാഹവും ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. വിശപ്പും ദാഹവും ഒക്കെ അവിടെ ഉണ്ടാകാം. അതെല്ലാം ഉണ്ടെങ്കിലും അവൻ അതിനെപ്പറ്റി ഉത്കണ്ഠവാനല്ല, ആകുലചിത്തനല്ല. അവന് ആകാശത്തിലെ കാർമേഘങ്ങൾ, ആകാശം പോലെ അവൻ്റെ നിർമ്മലമായ ചിത്തം നിലകൊള്ളുന്നു.
അവൻ്റെ ചിത്തം നിശ്ചലാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, ആകാശം പോലെ. പക്ഷെ കാർമേഘങ്ങൾ, മനസ്സിൻ്റെ കാർമേഘ പടലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ആകാശത്തെ മറയ്ക്കും തോന്നിയാൽ അത് അധിക നേരം മറച്ചു നിൽക്കാൻ പറ്റില്ല. അത് വേഗം അവിടുന്ന് മാറ്റപ്പെടുന്നു. ആ നിശ്ചലമായ ആകാശം നമ്മളെ വീണ്ടും തെളിഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഈ മനസ്സിൻ്റെ അവസ്ഥകളൊന്നും അവിടെ ആകാശത്തെ ബാധിക്കാത്തതുപോലെ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. മുക്തന്റെ ലക്ഷണം ഇവിടെ പറയുന്നതിൻ്റെ കാരണം അത് മുമുക്ഷുവിനെ സംബന്ധിച്ച് അതെല്ലാം മുമുക്ഷു, മോക്ഷത്തിന് വേണ്ടി ഇച്ഛിക്കുന്നവനാണ് മുമുക്ഷു. അവനെ സംബന്ധിച്ച് അതെല്ലാം സാധനയാണ്, അഭ്യാസമാണ്. ആ അഭ്യാസം കൊണ്ട് നമ്മൾ ഈ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വർത്തിക്കാം. അവന് കാട്ടിലായാലും കുഴപ്പമില്ല, വീട്ടിലായാലും കുഴപ്പമില്ല, നാട്ടിലായാലും കുഴപ്പമില്ല. എവിടെയാണെങ്കിലും അവൻ്റെ മനസ്സിന് ഇളക്കമില്ല, അവൻ്റെ ശാന്തിക്ക് ഭംഗം വരുന്നില്ല. ആ ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കും. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അഭ്യാസമല്ല, അത് സഹജമായി അവന് തീർന്നിരിക്കുകയാണ് അവസ്ഥ. ലോകത്ത് ജീവിക്കുമ്പോഴും അവൻ്റെ ചിത്തത്തിൽ വിക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ല, ചിത്തവിക്ഷേപങ്ങളൊന്നുമില്ല, മനക്കോട്ടകളൊന്നുമില്ല, കാമനകളൊന്നുമില്ല. അത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ കാമനകളാണല്ലോ, അതിനോടൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിന് അസ്ഥിരമായ ഭാവം അവനുണ്ടാകുന്നു. അതുകൊണ്ട് അശാന്തി ഉണ്ടാകുന്നു, അതുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. ദുഃഖേഷു, ദുഃഖങ്ങളിൽ അനുദിഗ്നമനാഹ, വ്യാകുലനാകാതെയും, സുഖേഷു, സുഖങ്ങളിൽ വിഗതസ്പൃഹ, തൽപരനാകാതെയും, വീതരാഗഭയക്രോധ, രാഗം, ഭയം, ക്രോധം എന്നിവ ഏശാതെയും, മുനിഹി, മൗനിയായും വർത്തിക്കുന്നയാൾ സ്ഥിതതി ഉച്ചതേ. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അവന് രാഗമോ ഭയമോ ക്രോധമോ ഒന്നും അവനെ ഏശുന്നില്ല. ദുഃഖങ്ങളിൽ അവൻ വ്യാകുലൻ ആകുന്നില്ല. ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അവൻ വ്യാകുലനല്ല. അവന് പല്ലുവേദനയോ തലവേദനയോ ഒന്നും സ്ഥിതപ്രജ്ഞന് വരില്ല എന്നല്ല അർത്ഥം. അതൊക്കെ വരാം. സ്ഥിതപ്രജ്ഞനായാലും ശാരീരികമായ അസുഖങ്ങളോ അതൊക്കെ ചിലപ്പം സംഭവിച്ചു എന്നിരിക്കാം. അപ്പോൾ വേദനയൊക്കെ ഉണ്ടായി എന്ന് വരാം, അതൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ അവനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവനറിയാം, അവൻ്റെ ആത്മാവിൽ അല്ല ഇതെല്ലാം എന്നവന് പൂർണ്ണ ബോധമുണ്ട്. ഈ വേദനയൊക്കെ ശരീരത്തിൻ്റെ പ്രക്രിയയാണ്, അത് ശരീരത്തിൽ കാണിക്കും. ശരീരത്തിൽ ശാരീരിക ബോധം നമുക്ക് ഉള്ള സമയത്ത് സ്ഥിതപ്രജ്ഞനാണെങ്കിലും ശരി, സ്ഥിതപ്രജ്ഞനാണെങ്കിലും ആത്മജ്ഞാനിയാണെങ്കിലും ആ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള വേദന അവൻ അറിയുന്നില്ല എന്നല്ല അർത്ഥം. അതൊക്കെ അവൻ നന്നായിട്ട് തന്നെ അറിയുന്നു എന്നുള്ളതാണ്. അത് ഏത് വേദനയായാലും അവൻ അറിയും. പക്ഷേ അവനറിയാം ഇത് ശരീരത്തിൻ്റെ ആണെന്നറിയാം, അവനറിയാം ഇത് ആത്മാവിൻ്റെതല്ല എന്നറിയാം, അവൻ ശരീരമല്ല എന്ന് അവനറിയാം, ആത്മാവാണ് താനെന്നറിയാം, ആത്മാവിലൊന്നും ബാധിക്കുന്നില്ല എന്നവനറിയാം. അപ്പോൾ അതുകൊണ്ട് സുഖങ്ങളിൽ, ശാരീരിക സുഖങ്ങളിലൊന്നും അവന് അതിലൊന്നും തൽപരനാകാതെ, രാഗം, ഭയം, ക്രോധം എന്നിവ ഏശാതെ, രാഗം ഇഷ്ടം, രാഗം എന്ന് പറയുന്നത് ഇഷ്ടമാണ്, ഭയം, മനുഷ്യരെല്ലാം ഭയത്തിലാണ്, ക്രോധം, ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ അതിന് പ്രതികൂല അവസ്ഥ മനസ്സിലുണ്ടാകുമ്പോൾ അവന് ക്രോധം ഉണ്ടാകും. അപ്പോൾ ക്രോധം വരുമ്പോൾ ആത്മവിസ്മൃതി ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ്റെ മനസ്സിനെ മോഹകലുഷിതമായി തീരുന്നു. ആത്മവിസ്മൃതി ഉണ്ടാകുന്നു. അവൻ്റെ ചെയ്യേണ്ടതും ചെയ്യാത്തതും ഒക്കെ തിരിച്ചറിയാതെ വരുന്നു. ഈ അവസ്ഥയൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഒരു സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അവന് ഈ രാഗമോ ഇതിനോട് ഇഷ്ടമൊന്നും, അവന് പ്രത്യേകിച്ചൊരു ഇഷ്ടം ഒന്നുമില്ല. പ്രത്യേകിച്ച് അവന് ഭയമില്ല, അവന് ക്രോധമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ട് അവന് ക്രോധമില്ല. അതിനെ അതേപടി സ്വീകരിക്കുന്നത്, എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ്. സ്വീകരണ മനോഭാവം അവൻ നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ
അങ്ങനെയുള്ളവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പം മൗനിയായിട്ടിരിക്കുന്ന വെച്ചാൽ അവൻ മിണ്ടുന്നില്ല എന്നല്ല അർത്ഥം, അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല എന്നല്ല അർത്ഥം. അവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവന് ഈ ബാഹ്യമായ കാര്യങ്ങളിലൊന്നും അവൻ തൽപരനല്ലാത്തതിനാൽ, ഒരു കാര്യത്തിലും തൽപരനല്ലാത്തതിനാൽ അവനെ ഇതൊന്നും ബാധിക്കാതെ അവൻ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവൻ സഹജമായ ആനന്ദത്തിൽ അവൻ വർത്തിക്കുന്നു, അവനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോൾ അവന് എത്ര പ്രക്ഷുബ്ധമായ അവസ്ഥ വന്നാലും അവൻ്റെ സമനില തെറ്റുന്നില്ല, കൈവിടുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതപ്രജ്ഞ അവസ്ഥയാണ് സമാധിസ്ഥനാവുമ്പോഴുള്ള അവസ്ഥയും ഉത്ഥാനദശയിലുള്ള സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയൊക്കെ ഭഗവാൻ വിവരിക്കുകയാണ് ഇവിടെ. അത് നമ്മൾ കാണുകയാണ്. ഓരോ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൂടുതൽ ഇവിടെ വിശദീകരിച്ച് നമ്മളോട് പറയുകയാണ് എന്തൊക്കെയാണ് അത് അവൻ്റെ അവസ്ഥകൾ ഓരോ സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വീണ്ടും നമ്മളോട് വീണ്ടും നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളെ നല്ലവണ്ണം ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും അത് വിശദീകരിച്ച് ഭഗവാൻ ഇവിടെ പറയുകയാണ്. നമുക്ക് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാം അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും ഒന്നിന് നമസ്കാരം പറയുന്നു. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.